ഹായ് എവരി വൺ. മെയിൻ സ്റ്റാക്ക് ഒപ്റ്റിമൈസേഷൻ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നോക്കാൻ പോകുന്നത് ഡാറ്റാബേസ് പൂളിംഗ് എന്താണെന്നുള്ളതാണ്. അതായത് നമ്മുടെ മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർവർ ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റാബേസിന് വേണ്ടിയിട്ട് മറ്റൊരു സെർവർ ഉണ്ട്. നമ്മൾ ആദ്യം ഈ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം ആയിരിക്കും നമ്മൾ ഡാറ്റാബേസ് ആയിട്ടുള്ള ക്വറീസും കാര്യങ്ങളും ചെയ്യണത്. അതിനുശേഷം ഈ കണക്ഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹൈ ട്രാഫിക് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ ഓരോ തവണ ഇതുപോലെ ഓരോ ക്വറീസിന് വേണ്ടിയിട്ടും പുതിയൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണതും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണതും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് ഇതുപോലെ എപ്പോഴും ഇതുപോലെ പുതിയൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണതും ക്ലോസ് ചെയ്യണതും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മോങ്കോഡിയിൽ ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡാറ്റാബേസ് പൂളിംഗ് എന്നുള്ളത്. സോ ഡാറ്റാബേസ് പൂളിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പൂളിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും. ബൈ ഡീഫോൾട്ട് 100 കണക്ഷനാണ് മോങ്കോഡിബിയിലുള്ളത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഓരോ ക്വറീസിന് വേണ്ടിയിട്ട് പുതിയൊരു കണക്ഷൻ ഇനീഷ്യലൈസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ നമുക്കിനി ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. നമ്മുടെ ബാക്ക് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഴ്സ് ഫോൾഡർ, കോൺഫിഗ്, db.js. സോ ഇവിടെയാണല്ലോ നമ്മൾ ബേസിക്കലി ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കോഡും കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ നമ്മളിവിടെ എങ്ങനെയാണ് മോങ്കോസ് ഡോട്ട് കണക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യണത്. അതിൽ നമ്മൾ ഈ കണക്ട് മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കണക്ഷൻ സ്ട്രിങ് പാസ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യാൻ പറ്റും. ഈ ഒബ്ജക്റ്റിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം എത്ര ആക്റ്റീവ് കണക്ഷൻസ് നമ്മുടെ ഡാറ്റാബേസ് പൂളിനകത്ത് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ. ബൈ ഡിഫോൾട്ട് 100 കണക്ഷനാണ്. സോ നമുക്ക് വേണമെങ്കിൽ അത് 200 300 നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സോ ബേസിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ എത്ര പേര് യൂസേഴ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം പൂൾ സൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് മാക്സിമം പൂൾ സൈസ് എന്നുള്ളത്. സോ ഞാൻ ഇവിടെ ബേസിക്കലി ഒരു 200 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇതിൽ വരുന്നുണ്ട്. ഡാറ്റാബേസ് ആയിട്ട് എത്ര തവണ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ സമയത്തിനുള്ളിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എക്സിറ്റ് ആവുന്ന രീതിയിൽ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ ഇത് ഒരുപാട് ടൈമിൽ ഇങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെർവർ സെലക്ഷൻ ടൈം ഔട്ട് എന്നുള്ളത്. സോ നമുക്കത് ഒരു 5 സെക്കൻഡ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 5 സെക്കൻഡിന് ശേഷം അത് കണക്ഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് എക്സിറ്റ് ആവുന്ന രീതിയിൽ. സോ നമുക്ക് 5 സെക്കൻഡിന് വേണ്ടിയിട്ട് 5000 മില്ലി സെക്കൻഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സോക്കറ്റ് ടൈം ഔട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് സോക്കറ്റ് കണക്ഷൻ യൂസ് ചെയ്യാതെ ഐഡിയലായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത് കണക്ഷൻ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സോക്കറ്റ് ടൈം ഔട്ട് MS എന്നുള്ളത്. സോ അവിടെ നമുക്ക് മില്ലി സെക്കൻഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇവിടെ ഒരു 50,000 കൊടുക്കാം. അതായത് 50,000 മില്ലി സെക്കൻഡ് എന്ന് പറയുന്ന സമയത്ത് 50 സെക്കൻഡ് ആയിട്ട് വരും. അതുപോലെ തന്നെ വേറൊരു സിനാരിയോ വരുന്നത് നമ്മുടെ സെർവർ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമുക്ക് Ctrl+C കമാൻഡ് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റാബേസ് സെർവറായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്വറീസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സെർവർ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും. ആ ഓപ്പറേഷനെ നമ്മൾ പെട്ടെന്ന് തന്നെ സെർവർ സ്റ്റോപ്പ് ചെയ്താൽ അഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈവൻ ലിസണർ ആഡ് ചെയ്യാൻ പറ്റും. സോ ഈവൻ ലിസണർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ സെർവർ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. അതായത് ആ ക്വറീസിന് ശേഷം ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ സെർവർ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു ഗ്രേസ്ഫുള്ളി നമുക്ക് നമ്മുടെ സെർവറിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. process.on ഈവൻറ്റ് വരുന്നത് SIGINT എന്നാണ്. അതായത് സിഗ്നൽ ഇൻറ്ററപ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് SIGINT എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് അതായത് കോൾ ബാക്ക് ഫംഗ്ഷനിൽ വരുന്നത് ഇതിനകത്തായിരിക്കും നമ്മൾ ഡാറ്റാബേസ് ആയിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നത്. സോ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു അസിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. അസിങ്ക് ഇത് നമ്മളിവിടെ അവൈറ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട് മോങ്കോസ് ഡോട്ട് കണക്ഷൻ ഡോട്ട്
ക്ലോസ്. നമുക്കിതൊന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് കൺസോൾ ചെയ്തെടുക്കാം. ഡാറ്റാബേസ് ക്ലോസ്ഡ്. സോ ആ ഡാറ്റാബേസ് ആയിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സെർവർ സ്റ്റോപ്പ് ചെയ്യും. സോ പ്രോസസ് ഡോട്ട് എക്സിറ്റ്. ഓക്കെ, ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇത് കൊടുക്കാം. സാസി പോർട്ടിനകത്തുള്ള സെർവർ ഡോട്ട് JS. ഓക്കെ, ഇനി ഞാൻ Ctrl+C ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ? സോ ബേസിക്കലി ഇവിടെ ഡാറ്റാബേസ് പൂള് ക്ലോസ് ആയിട്ടുണ്ട്. ആ ക്ലോസ് ആയതിനു ശേഷം മാത്രമാണ് നമ്മുടെ സെർവർ സ്റ്റോപ്പ് ആയിട്ടുള്ളത്. സോ ഈ രീതിയിലാണ് നമ്മൾ ഗ്രേസ്ഫുള്ളി നമ്മുടെ സെർവറിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.